സാധാരണക്കാരന്റെ ജീവിതം ഒന്ന് നോക്കൂ. എത്ര കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് മനസ്സിനെ അലട്ടുന്നത്. നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒരു മോശം കാര്യം പറഞ്ഞാൽ പിന്നെ സമനില തെറ്റിപ്പോയത് തന്നെ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം എല്ലാം വിട്ടെറിഞ്ഞ് പോകുന്നവരുണ്ട്. ലോകത്തെ പേടിച്ച് കാട്ടിൽ പോയി തപസ്സിരുന്നാൽ മുക്തിയൊന്നും കിട്ടില്ല. ആത്മജ്ഞാനമാണ് പ്രധാനം. ആത്മീയ ജ്ഞാനം നമുക്ക് സമ്മാനിക്കുന്നത് മൂർച്ചയേറിയ ഒരു ആയുധമാണ്. ഭഗവത്ഗീതയിൽ ഈ ആയുധത്തെ വിളിക്കുന്നത് അസംഗശസ്ത്രം എന്നാണ്. വിഷയങ്ങളുമായി ഇടപെടുമ്പോൾ അനാസക്തി എന്ന മൂർച്ചയുള്ള വാള് കയ്യിലുണ്ടെങ്കിൽ മനസ്സിന്റെ സമനില അതേപോലെ ഇരിക്കും, ഒരിക്കലും നഷ്ടപ്പെടില്ല. അനാസക്തി, ഡിറ്റാച്ച്മെന്റ്, വിശാല വീക്ഷണമാണ്. എന്തിനേയും ഉൾക്കൊള്ളാനുള്ള മനസ്സ്. ബാഹ്യലോകത്ത് എന്തെല്ലാം പ്രലോഭനങ്ങളും ഉണ്ടായാലും മനസ്സിനെ ബാധിക്കില്ല. ലൗകിക വിഷയ ആസക്തികളെ അഭ്യാസത്തിലൂടെ ക്രമീകരിക്കാൻ സാധിക്കും. നിരന്തരമായ ആത്മീയ ശാസ്ത്ര ശ്രവണവും ആത്മവിചാരവുമാണ് ഏറ്റവും നല്ല ഉപാധി. ലോകത്തിന്റെ നശ്വര സ്വഭാവം ബോധ്യപ്പെടുന്തോറും ആസക്തികൾക്ക് കടിഞ്ഞാനിടാൻ സാധിക്കും. ചുറ്റുപാടും ഒന്ന് ശ്രദ്ധയോടെ കണ്ണോടിച്ചാൽ മതി. ലോകത്തിന്റെ അനിശ്ചിതത്വം, നിസ്സാരത നമുക്ക് ബോധ്യപ്പെടും. ഈ അനിശ്ചിതത്വത്തിന് ഒരു സ്പേസ്, ഒരു ഇടം നമ്മൾ എപ്പോഴും കൊടുത്തിരിക്കണം. ആത്മജ്ഞാനം നമ്മെ സകല ബന്ധനങ്ങളിൽ നിന്നും സ്വതന്ത്രരാക്കും.